നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് വേദ ഇനി സ്കൂളിൽ വിടുന്ന തിരക്കാണെന്ന്. വേദയ്ക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ വേദയ്ക്ക് ഞാനിന്ന് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. വെജിറ്റബിൾസൊക്കെ എനിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ക്യാബേജും ഇല്ല, ബീൻസും ഇല്ല, ഉള്ളത് വെച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. വേദയ്ക്ക് ടേസ്റ്റൊക്കെ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ വേദയ്ക്ക് വലിയ പാടാണ് കഴിക്കാനൊക്കെ, കൊള്ളില്ല എന്ന് പറയും. കുറച്ച് ബസ്മതി റൈസ് അവൾക്ക് മാത്രം കുറച്ച്, നാളെ ഒന്നും വെച്ചിരുന്നാൽ പിന്നെ കഴിക്കാനൊക്കെ വലിയ പാടാണ്. അങ്ങനെയൊക്കെ ഉണ്ട് വേദയ്ക്ക്. ഇന്നലെ സീരീസൊക്കെ കണ്ടിട്ട് കിടന്നപ്പോൾ 11 മണിയൊക്കെ ആയി. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. എനിക്ക് നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്, വെയിൽ കൊണ്ടാലും പ്രശ്നമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ 1-2 വീഡിയോ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് പോലെ വെയിൽ കൊണ്ടാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. കുറേ ദിവസമായിട്ട് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ട് വെയിലൊന്നും കൊള്ളാണ്ടിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ ഒരു 2 ദിവസം എനിക്ക് സ്കൂട്ടർ എടുത്ത് പോവേണ്ടി വന്നു. അങ്ങനെ പറ്റിയ ഒരു മാർക്കാണ് അത്. സൺബേൺ അടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വെയിൽ അങ്ങനെ അടിച്ചിട്ടില്ല, ഹെൽമെറ്റൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ എന്തോ വെയിൽ കൊണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഇങ്ങനെ തടിച്ച് വരും 2 സൈഡും, ബൾബ് പോലെ. അതുപോലെ വന്നിട്ട് ഈ സൈഡൊന്നും വലിയ പ്രശ്നമില്ല, ഇവിടെ ഒരു വര പോലെ, വെട്ട് പോലെ. എന്താ വെയിലത്തൊക്കെ ഇറങ്ങാണ്ട് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ സ്കിന്നിന്. പോയി ഗൈസ്. ആദ്യം നമുക്ക് അരി സെപ്പറേറ്റ് വേവിച്ചെടുക്കാവേ. ഞാൻ വേവിച്ച് അരി ഊറ്റിയാണ് എടുക്കുന്നത്, മീൻസ് വെള്ളം മാറ്റി എടുക്കും. അപ്പോൾ കറക്റ്റ് വെന്ത് കുഴഞ്ഞു പോകാണ്ട് നല്ല അരിയായിട്ട് നമുക്ക് കറക്റ്റ് വേവിന് കിട്ടും. ഇതിൽ വേവിക്കാം. വെള്ളം തിളച്ചിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരി വെന്ത ശേഷം ഈ പാത്രത്തിൽ തന്നെ നമുക്ക് വയ്ക്കാം റൈസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് ഇരിപ്പുണ്ട്, ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ധൃതിയായിരിക്കും. ഇത് എനിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബ്രൊക്കോളി, മഷ്റൂം, സവോള, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു വിടാം. ക്യാബേജും ബീൻസും ഒന്നും ഇല്ല. പിന്നെ ഒരു പുലാവ് ഉണ്ടാക്കാം അല്ലേ, അതാ. എഗ് കൂടെയൊക്കെ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് പുലാവ് പോലത്തൊരു വെറൈറ്റി സാധനം വേദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടികൾ കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത്, പക്ഷേ ഗ്രീൻ പീസും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സഡ് പുലാവ് ഉണ്ടാക്കി കൊടുക്കാം. അഗാരോയുടെ സുപ്രീം കോർഡ്ലെസ് സ്റ്റിക്ക് വാക്യൂം ക്ലീനറിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 2-in-1 വാക്യൂം ക്ലീനറാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് കയ്യിൽ കൊണ്ട് നടന്ന് വാക്യൂം ചെയ്യാനും പറ്റും, അല്ലാതെ ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കൈ എത്താത്ത സ്ഥലങ്ങൾ വരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈസി പോർട്ടബിലിറ്റിക്കായിട്ട് ഇതിന് വലിയ വീൽസ് ആണുള്ളത്, പക്ഷേ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമ്പാക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറമേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ മാക്സിമം ഫ്ലോർ കവറേജ് കിട്ടാനായിട്ട് ഇതിന്റെ കേബിൾ 5 മീറ്റർ ലെങ്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാറ്ററി 2000 mAh ആയിട്ടാണ് വരുന്നത്. റീചാർജബിൾ ആണ്. 3 അഡ്ജസ്റ്റബിൾ സക്ഷൻ മോഡ് ഉണ്ട്, ലോ, medium, high. It provides powerful suction for up to 45 minutes in lowest mode, up to 8 minutes in highest suction mode and up to 20 minutes in the medium suction mode. ഇതിന്റെ ഹെഡ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ up to 270 ഡിഗ്രി വരെ നമുക്ക് നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റും. ഇതിനൊരു LED ലൈറ്റും വരുന്നുണ്ട്. അത് നമുക്ക് ബെഡിന്റെ കാടിയിലോ അല്ലെങ്കിൽ ഇരുട്ടായിട്ടുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ മോട്ടറൈസ്ഡ് മൾട്ടി ഫ്ലോർ റോളിംഗ് ബ്രഷ് ഈസി ആയിട്ട് നമ്മുടെ ഹാർഡ് ഫ്ലോറ് അല്ലെങ്കിൽ കാർപ്പറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പോവാൻ ബുദ്ധിമുട്ടുള്ള ഡസ്റ്റുകൾ, നമ്മുടെ പട്ടിയുടെയൊക്കെ രോമം അല്ലെങ്കിൽ പൂച്ചയുടെയൊക്കെ രോമം, പെറ്റിന്റെ ഹെയർ, ഫുഡ് ക്രംസ് ഒക്കെ ഈസി ആയിട്ട് നമുക്കത് വലിച്ചെടുക്കുന്നതായിരിക്കും. 0.5 ലിറ്റർ ബാഗ്ലെസ് ഡസ്റ്റ് കളക്ടിംഗ് ബിന്നാണ് ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ഹൈജീനിക് റിമൂവിംഗ് ആൻഡ് എംപ്റ്റിംഗ് വിത്ത് 1 ഹാൻഡ്. ഇതിന്റെ ഫിൽറ്റർ ട്രാപ്സ് 99.9% of particles, dust and allergens as small as 0.3 microns. ഇതിന്റെ റീചാർജിംഗ് ടൈം എന്ന് പറയുന്നത് up to 5 hours ആണ്. ഇതിന്റെ 400 watt പവർഫുൾ ബ്രഷ്ലെസ് DC മോട്ടോർ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത് up to 25 kPa സക്ഷൻ പവർ ആണ്. ഒപ്പം തന്നെ 1 year മാനുഫാക്ചറേഴ്സ് വാറന്റിയും തരുന്നുണ്ട്. സോ
അഗാരോയുടെ ഈ ഒരു സുപ്രീം കോളർ സ്റ്റിക് വാക്യൂം ക്ലീനർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണേ. ആക്ച്വലി രാവിലത്തെ വീഡിയോയിൽ വലിയ ഉത്സാഹം ഉന്മേഷമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉറക്കത്തിൻ്റെ ഒരു ഇതിങ്ങനെ ഉണ്ടാവും. അത് ഒന്ന് കുറച്ച് കഴിയുമ്പോഴേ സെറ്റ് ആവത്തുള്ളൂ. ഇന്നിപ്പോൾ വലിയ ധൃതി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ധൃതി പിടിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ജീരകവെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാവേ. ഞാനൊരു 1.5 ഗ്ലാസ് വയ്ക്കും. അതിന് തിളപ്പിച്ചൊരു 3/4 ഗ്ലാസ് ആക്കി എടുക്കും. അപ്പോൾ ഫുൾ ജീരകത്തിൻ്റെ അതൊക്കെ ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു ധാരണ. 1 ടീസ്പൂൺ ജീരകം. അവരും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തരും കേട്ടോ, അതനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇപ്പം എന്ത് റെസിപ്പി അറിഞ്ഞൂടെങ്കിലും അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും. ഇത് കുറച്ച് അരി ആയതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് താമസം എടുക്കും. ആ സമയം നമുക്ക് ചമ്മന്തിക്ക് തേങ്ങ അരയ്ക്കാം. ഇപ്പം തിളച്ചിട്ട് അരി ഇട്ട ശേഷം ചമ്മന്തിക്ക് തേങ്ങ അരയ്ക്കാം. ചിരണ്ട. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇടപ്പഴിങ്ങിൽ നിന്ന് തേങ്ങ ചിരണ്ടിയത് വാങ്ങിക്കണമെന്ന് എഴുതിയതാണ്. പിന്നെ അത് നടന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ച് പിന്നെന്താണ് എന്തോ പറയാൻ വന്നതാണ്. ഇന്നലെ നമ്മൾ വൈറ്റ് ചട്നി അല്ലേ ഉണ്ടാക്കിയത്. ഇന്ന് നമുക്ക് മുളക് പൊടി ഇട്ട് ചുമന്ന ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ആവും. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ആവില്ലേ ഇന്നും. സത്യം പറഞ്ഞാൽ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ജോലി എളുപ്പമുണ്ട് കേട്ടോ. സത്യം എല്ലാം കൂടി ഒരുമിച്ച് ഞാനത് ദിവസം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കട്ട് ആവശ്യാനുസരണം എടുക്കാമല്ലോ. ചീത്തയായിട്ടില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അയ്യോ, തൊണ്ട കുടുങ്ങി. വെള്ളം തിളച്ചിട്ടുണ്ടേ, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അത് ഉറക്കുന്ന വേകുമ്പോൾ നമുക്ക് പോയി തേങ്ങ ചിരണ്ടിയിട്ട് വരാം. അരി കുതിർത്ത് വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ അതിൽ വിശ്വസിക്കുന്ന ആളല്ല. കുതിർത്താൽ പെട്ടെന്ന് വേവും. എനിക്ക് അരി കുതിർത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ ഒടുങ്ങി പോകുമ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒഴങ്ങി പോകുന്ന ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ട്. കുതിർക്കാണ്ട് വയ്ക്കുമ്പോൾ നല്ല ചോറായിട്ട് കിട്ടുന്നൊരു ഫീൽ. അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കാറില്ല. കഴുകി വെള്ളം മാറ്റി ഇങ്ങനെ വച്ചിരിക്കും. ഇന്നിപ്പോൾ അതിന് സമയം കിട്ടിയിട്ടില്ല. അരി വേവട്ടെ, ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് വരാം. ഈ ചമ്മന്തിയിൽ ഞാൻ എന്തൊക്കെ ഇടും നോക്കാം. 2 കുഞ്ഞു കഷ്ണം ഉള്ളി, ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി കേട്ടോ. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ, ഇപ്പം മുളക് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടാം. പിന്നെ ഒരു നുള്ള് ജീരകവും കൂടി ഇട്ട് നിങ്ങളൊന്ന് അരച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയുടെ ഇട്ടാൽ സൂപ്പറാണ് കേട്ടോ. കാന്താരി മുകളിൽ നിൽക്കണം. പോയി പറിക്കുന്ന പാട് കരുതി അത് അവിടെ അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു ചമ്മന്തി. വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത്രയും ചമ്മന്തി ഇവിടെ ചിലവാകുമെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ എത്ര ഇട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുത്ത് എന്തെടുത്താലും ഫ്ലോപ്പാണ്. എപ്പോഴും മറക്കുന്ന കാര്യം ഉപ്പ്. ഇപ്പോഴും മറന്നു. എന്ത് കറിയിലും ഞാനിപ്പോൾ ഉപ്പിടാൻ മറക്കും കേട്ടോ. അപ്പോൾ ചമ്മന്തിക്ക് ഉപ്പില്ലാണ്ട് ഉപ്പ് നോക്കുമ്പോൾ അറിയാം അയ്യോ ഉപ്പിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഉപ്പിടും. എന്തൊരു മറവിയാണ്. ഇപ്പോഴേ ഇങ്ങനെ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴോ ഇന്ന് ഉപ്പ് കൂടിയില്ല കേട്ടോ. കറക്റ്റ് ഇതിനാണ് ഇട്ടത്. എല്ലാം കൂടെ പോയാൽ വെള്ളം ഒഴിച്ചേക്കാം. കുറച്ച് കറിവേപ്പിലയുടെ വേണമെങ്കിൽ ഇടാവേ. നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. ഇത് ഞാൻ പറഞ്ഞില്ല, അമ്മ വീട്ടിൽ നിന്ന് കഴുകി ഉണക്കി തന്നുവിട്ട കറിവേപ്പിലയാണ്. അതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സെറ്റ്. വേണമെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ചൊഴിക്കാം.
ഞാൻ ഒഴിക്കുന്നില്ല, ജോലി എളുപ്പം നോക്കുന്നതാണേ. ആക്ച്വലി ഈ ഒരു ചമ്മന്തി കുറച്ച് വെള്ളമായിട്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതേ നമ്മുടെ ചമ്മന്തി റെഡി. നമ്മുടെ തട്ടുദോശയ്ക്കൊക്കെ കൂടെ കിട്ടില്ലേ കടയിൽ, ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. കാന്താരിയുടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവുമേ. അരി തിളയ്ക്കുന്നുണ്ട്, ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. വെന്തു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറക്റ്റ് നമുക്ക് വെള്ളം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങ് വറ്റിപ്പോയി കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എൻ്റെ ജീരക വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കും. ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴാണ് ജീരക വെള്ളം കുടിക്കേണ്ട സമയം. ഇതിപ്പോൾ കുറച്ച് തിളച്ചത് കൂടിപ്പോയിട്ടോ, 1/2 ഗ്ലാസ്സായി. അതവിടെ അങ്ങനെ ഇരിക്കും. ഇതൊന്നും ആയാൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാമായിരുന്നു. പിന്നെ പാടില്ല, ചെറുതായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്ത് ആ റൈസ് കൂടെ അങ്ങോട്ട് കൊടുക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ കെച്ചപ്പ് ഇരിപ്പുണ്ട്, അതൊക്കെ വേണമെങ്കിൽ വേറെ കൊണ്ടുപോട്ടെ. അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം വെന്തു. ഇനി നമുക്ക് വെള്ളം മാറ്റിയെടുക്കാം. ഉപ്പിട്ടൊന്ന് തിളക്കട്ടെ. എപ്പോഴും മറന്നു. ഉപ്പ് എൻ്റെ ശത്രുവാണ് ഉപ്പ്, എങ്കിലും ഇടുമ്പോൾ കൂടി പോവാറുണ്ട്. പിന്നെ മറന്നു പോകും. ലാസ്റ്റൊക്കെ ഇടാമെന്ന് പറഞ്ഞിരുന്നിട്ടേ പിന്നെ അങ്ങ് മറന്നു പോകും. ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കാവേ. ഇനി വേറെ വരുമ്പോഴേ ഞാൻ ദോശ ചുടത്തുള്ളൂ. ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്, ചൂടോടെ ചുട്ടു കൊടുക്കും. ഒരു ദോശ അത് മതിയല്ലോ. ഓക്കേ, ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. കുറച്ച് ചോറേ ഉള്ളൂ. ഇതിൽ തന്നെ നമുക്ക് പുലാവ് ഉണ്ടാക്കാം. പുലാവ് അതവിടെ ഇരിക്കട്ടെ. പുലാവ് ഉണ്ടാക്കിയാലോ? റൈസ് വെച്ച അതേ പാത്രത്തിൽ തന്നെ നമുക്ക് പുലാവും വയ്ക്കാവേ. ഞാൻ ആക്ച്വലി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതിയതാണ്. പിന്നെ പനീറും ഗ്രീൻ പീസൊക്കെ ഇരുന്നപ്പോൾ ഞാൻ കരുതി പുലാവ് ഉണ്ടാക്കാമെന്ന്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തീർന്നിട്ട്, ഞാൻ വീട്ടിലെടുത്ത നെയ്യാണ്, അതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, പുലാവ് ടേസ്റ്റി ആയിട്ടിരിക്കട്ടെ. ജസ്റ്റ് ഒന്നുമില്ല കേട്ടോ, വെറുതെ വെജിറ്റബിൾസൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് റൈസ് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് പുലാവ്. എൻ്റെ കട്ട് വെജിറ്റബിൾസ്: ക്യാപ്സിക്കം, ക്യാരറ്റ്, സവോള, മഷ്റൂം, ബ്രൊക്കോളി. ചോറിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. കുറച്ച് പനീറും. വേദയ്ക്ക് പനീർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഒരു പാക്കറ്റ് പനീർ കൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം അവൾ അത്രയും കഴിച്ചു. അത്ര ടേസ്റ്റുള്ള പരീക്ഷണം അല്ലായിരുന്നു, പക്ഷെ അവൾ കഴിച്ചു കേട്ടോ. അതിനുശേഷം അവൾക്ക് പനീർ ഇഷ്ടമല്ല. കഴിച്ച് പനീർ മതിയായി. കുറച്ച് പനീറേ. വെജിറ്റബിൾ പുലാവാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത്. കുറച്ച് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് വേദയ്ക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇട്ടുള്ളൂ. ഒന്ന് എണ്ണയിലിട്ട് നമുക്കിങ്ങനെ, എണ്ണയിലല്ലോ നെയ്യിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ചോറുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് ശക്കലൊന്ന്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ലല്ലോ, ഒന്ന് വേവട്ടെ. ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരു നുള്ള ഉപ്പ് മറന്നു പോയതല്ല, ഞാൻ ചോറിന് ഉപ്പുണ്ടെങ്കിലോ എന്ന് കരുതി ഇടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും വെജിറ്റബിൾസിന് വേണ്ടി മാത്രം ഒരു നുള്ള ഉപ്പ്. നല്ല നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ട്. ആഹാ, ഇതിൽ ക്യാരറ്റ് മാത്രമേ വേവ് കുറച്ച് കൂടുതലുള്ളൂ, ബാക്കിയൊന്നും അധികം വേവാൻ സമയം വേണ്ട.
ഗ്രീൻ പീസും ഒന്ന് വേവണം. നല്ല നെയ്യിൽ കിടന്ന് വാടുന്നതിൻ്റെ മണമുണ്ട്. വെളുത്തുള്ളി ഒന്നും ഇട്ടില്ല കേട്ടോ ഞാൻ. നമുക്കിനി റൈസ് കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയും പേരെ കൊണ്ടുപോയില്ല കേട്ടോ, പകുതിയെ കൊണ്ടുപോകത്തുള്ളൂ. ഇതിന് കഴിക്കാനും ആളില്ല. ഏട്ടൻ ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് കഴിച്ചുവിടാത്തുണ്ടല്ലേ, ഞാൻ അപ്പോഴേ തീർത്താനേ. നല്ല നെയ്യുടെ ഒക്കെ ഇതുണ്ട് കേട്ടോ. കണ്ടോ, റൈസ് നമ്മൾ വെള്ളം ഊറ്റിയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വിട്ട് വിട്ട് നല്ല ഇതായിട്ടിരിക്കുന്നത്. അതിലിട്ട് വേവിച്ചിരുന്നുവെങ്കിൽ, അത് ബസുമതി റൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. ജീരകശാല റൈസ് വറ്റിച്ച് തന്നെ എടുക്കാം കേട്ടോ, എങ്കിലാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. ഇതിങ്ങനെ ഊറ്റിയെടുത്താൽ നല്ല കറക്റ്റ് നമുക്ക് കുഴഞ്ഞു പോവാണ്ട് കിട്ടും. ഓക്കെ, പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ബട്ടർ ചിക്കൻ കൂടെ ഉണ്ടെങ്കിൽ വാവ്. പിന്നെ ബട്ടർ ചിക്കനൊന്നും ഇല്ല, ഇന്ന് വെറും റൈസാണ് വേദ കൊണ്ടുപോയി കഴിക്കാൻ പോകുന്നത്. മിക്കവാറും ഒക്കെ വേദയ്ക്ക് ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചതിരിക്കുകയാണ്, പക്ഷെ കൊടുക്കുന്നില്ല. എന്നും ആയാലേ ശരിയാവില്ല. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായിരുന്നു? വേദയുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ്. ഇതാ കണ്ടോളൂ, ഇതാണ് ഇന്നത്തെ വേദയുടെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് വെജ് പുലാവ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോയിട്ട് പുലാവിലെത്തി നിൽക്കുന്ന ഞാൻ. ഓക്കെ, സെറ്റ്. ഇത്ര വേദ കഴിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് റൈസ് കൂടെ വെച്ചു, കാരണം ഫ്രണ്ട്സ് ആരെങ്കിലും കൂടിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ, അതൊക്കെ തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ വേദയുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വേദയുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഇങ്ങനത്തെ റൈസൊന്നും വലിയ താല്പര്യമില്ല. ചിക്കൻ കൂടെ ഉണ്ടെങ്കിൽ അവൾ കഴിക്കും, വെറുതെ റൈസ് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചു എഗ് റൈസ് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഉള്ളവർ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എഗ് റൈസ് ഉണ്ടാക്കാതിരുന്നതാണ്, പിന്നെ ഞാൻ അതിൻ്റെ ഫ്രൈഡ് റൈസ് ആക്കി വെജീസ് കൂടെ ആഡ് ആവുമല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഒന്ന് വെജിറ്റബിൾസ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാം കുറച്ച് വലിയ പീസായിട്ട്, ഫ്രൈഡ് റൈസിൻ്റെ രീതിയിലല്ല കട്ട് ചെയ്തത്, കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ അതിൽ ക്യാരറ്റും കാബേജും മറ്റേ ബീൻസൊക്കെ അല്ലേ ഇടുക, അതൊന്നും ഇതിലില്ല. മറ്റുള്ള വെജിറ്റബിൾസാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ പുലാവാക്കാമെന്ന് കരുതിയാണ് അതിനെ പുലാവാക്കിയത്. അപ്പോൾ വീട്ടിലെ വെജീസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറായി കൊടുക്കാം. കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറായി കൊടുക്കാം. ഇതൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടോ? വേദയ്ക്ക് ചിക്കൻ, പൊറോട്ട ചിക്കൻ, പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ റൈസ് കഴിക്കും കേട്ടോ. അങ്ങനെ ഒരു കുട്ടിയാണ് വേദക്കുട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വിശേഷം ഇവിടെ കഴിയാണ്. അഗാരയുടെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ശരി, അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.